സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. ഹേമ റിപ്പോർട്ടിനെ കുറിച്ചും റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിലും പ്രതികരിച്ച നടൻ മോഹൻലാൽ. താൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ലെന്നും അങ്ങനെ എനിക്ക് അറിയുകയില്ലെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല. എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഇത്തരം എന്താ പറയേണ്ട ഒരു സംസാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ്. അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കും. അടുത്തത്, ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു. മോഹൻലാൽ എവിടെയായിരുന്നു, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. അതുകൊണ്ട് ഒളിച്ചോടിപ്പോയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു. 2 പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അതിനൊരു വിധേയരായവരല്ലേ, എന്താണെന്നൊന്നും അറിയില്ല. ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട്. ഇത് സിനിമയിൽ മാത്രം നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ വീണ്ടും, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് അന്യന്മാരായി പോകുന്നത്? അത് തെറ്റാണ്. ഒരു മിനിറ്റ് മോനെ, ഞാൻ സംസാരിച്ചോട്ടെ എന്നാ പറയും. അത് ഞാൻ പറഞ്ഞ ഇത് തന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്, അതിന് നിയമമുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത്? അതിന് പോലീസുണ്ട്, ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്. ഒരു സുപ്രഭാതത്തിൽ 10, 20, 30 അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം. ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം. എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും സഹകരിക്കോ? നിങ്ങൾ സഹകരിക്കോ? അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ട് സഹകരിക്കും. കാര്യം അതല്ലേ, ഒരു ശുദ്ധീകരണത്തിന്, ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യം എന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല. ആണ്, സഹകരിക്കും. എന്താ വേണം? ഇതിപ്പോ ഈ WCC അമ്മ എന്നൊക്കെ ഉള്ള വിഷയം വിടും. മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ. അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ. പുതിയ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം. അതിനെന്താ കുഴപ്പം? നമുക്ക് ഒരാളോടും ഒരു എതിരില്ല. നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരാള് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാം. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട്? എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ലേ, നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും. അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി അങ്ങനെ പറയും. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്. സംഭവിച്ചു. പ്രതികളായവരെ പുറത്തു കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. താനെങ്ങും ഒളിച്ചോടിയിട്ടില്ല. സംഘടന പരാതിപ്പെട്ടവർക്കൊപ്പം നിൽക്കും. മാധ്യമങ്ങൾ സഹകരിച്ചാൽ കോൺക്ലേവിൽ തങ്ങളും സഹകരിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ എല്ലാം അറിയും. എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരങ്ങളും തന്റെ പക്കലില്ല. ഇതിലും വലിയ കാര്യങ്ങൾ സിനിമയിൽ നടന്നിട്ടുണ്ട്. പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു.
സർക്കാരും പോലീസും ഒക്കെയുണ്ട്. കുറ്റം ചെയ്തവർക്ക് പിന്നാലെ പോലീസുണ്ട്. അതല്ലാതെ അഭിപ്രായം ചോദിച്ചാൽ തനിക്കാണ് അല്ല എന്ന് പറയാൻ അറിയില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.